എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ക്ഷേത്ര ദർശനമാണ്. നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് മിസ്സാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേത്ര ദർശനം. ഈ വീഡിയോയിൽ ഞാൻ 5 ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ടുള്ള വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പാലക്കാട് കണ്ണാടിയിലാണ് കൊറ്റികുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ അടിമക്കാവ്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് പാടവരമ്പും പച്ചപ്പും എല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് പോകാൻ പറ്റുന്നത്. ഇതാണ് പ്രസിദ്ധമായ യാക്കരപ്പുഴ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ലുലു മോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കണ്ണാടിയിലുള്ള കൊറ്റികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വഴിപാടുകളൊക്കെ കഴിച്ച ശേഷം പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കിട്ടാൻ അല്പസമയം എടുത്തു. ആ സമയത്ത് നമുക്ക് പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന ഒരു നാടൻ പുള്ളുവൻ പാട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 11:30 ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും പോവുകയാണ്. ഓരോ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോരുന്നത്. അന്ന് തന്നെയാണ് നമ്മൾ കോട്ടയിലുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രം ദർശനം നടത്തിയത്. അവിടുത്തെ പ്രധാന വഴിപാടാണ് വെണ്ണക്കാപ്പ്, വടമാല, വെറ്റിലമാല എന്നിവ. വീടിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് കണ്ണോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. അവിടുത്തെ കടിഞ്ഞ പായസം പ്രസിദ്ധമാണ്. ഒരു സൺഡേ നോക്കിയാണ് നമ്മൾ ഗുരുവായൂരിലേക്ക് ദർശനം നടത്തിയത്. അന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു. ഏകദേശം 140ഓളം കല്യാണങ്ങളാണ് അന്ന് നടന്നിരുന്നത്. എല്ലാ മണ്ഡപങ്ങളിലും കല്യാണങ്ങൾ നടക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പക്ഷേ
ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ക്യൂ വളരെ കുറവായിരുന്നു. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അമ്പലത്തിലെല്ലാം തൊഴുത് പുറത്തോട്ട് ഇറങ്ങാൻ സാധിച്ചു. അതിനുശേഷം പ്രസാദൂട്ടിന് കയറാൻ സാധിച്ചു. അങ്ങനെ പ്രസാദൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ വഴിപാട് കൗണ്ടറിലേക്കാണ് പോയത്. അവിടുത്തെ പാൽപ്പായസം എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ പാൽപ്പായസവും അതുപോലെ തന്നെ വഴിപാടുകളൊക്കെ നടത്തിയിട്ടാണ് പിന്നെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുന്നത്. വധൂവരന്മാരുടെ ഫോട്ടോഷൂട്ടെല്ലാം നമുക്ക് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഓണസമയം ആയതുകൊണ്ട് തന്നെ അവിടെ മനോഹരമായിട്ടുള്ള ഒരു പൂക്കളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനപ്പുറത്ത് കയറിയിരിക്കുന്ന കണ്ണൻ്റെ പിക്ചറായിരുന്നു അന്ന് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങി വരുമ്പോൾ കിട്ടുന്നൊരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളം. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുത ശേഷം പിന്നെ നമ്മൾ പോകുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ്. മമ്മിയൂർ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടക്കുന്നതിനാൽ നേരത്തെ നട അടച്ചിരുന്നു. അവിടെയും മനോഹരമായ ഒരു പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗുരുബാബ ആശ്രമത്തിലും കയറി പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് കടകളിലെല്ലാം ഓണം സ്പെഷ്യലായിട്ട് ഡെക്കറേറ്റ് ചെയ്തതെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഗ്രാമീണതയുടെ പച്ചപ്പും അതുപോലെ പാടവരമ്പും എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള നല്ലൊരു യാത്രയായിരുന്നു. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.